ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുസ് ടേബിൾസ് ആൻഡ് ടേൽസിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഓണക്കല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു മെഴുക്കുവരട്ടി ആയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കോവയ്ക്കാണ് ഉപയോഗിക്കണേ. കോവയ്ക്ക കൊണ്ടുള്ള പല റെസിപ്പീസ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടൊന്നും തന്നെയാണ് നമ്മുടെ മെഴുക്കുവരട്ടി. ഇത് കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അധികം ഡിലേ ഒന്നും വരുത്താതെ നമുക്ക് നമ്മുടെ മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു 300 ഗ്രാം കോവയ്ക്കാണ് ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയെടുക്കണം. അത് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് മഞ്ഞൾ വെള്ളത്തിലോ ഉപ്പ് വെള്ളത്തിലോ ഒക്കെ ഒരു 10-15 മിനിറ്റ് ഇട്ട് നന്നായിട്ട് വെച്ചിട്ട് അതിനുശേഷം നന്നായി 3-4 പ്രാവശ്യം കഴുകിയെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിങ്ങനെ ടവലിൽ വെച്ചോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ച് ഉണക്കാം. ടവലിലാണെങ്കിൽ ഇങ്ങനെ ടവലിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഉപ്പെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അങ്ങനെ ഡ്രൈ ചെയ്തിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ജലാംശമൊന്നും അധികം ഇല്ലാതിരിക്കും. എന്നിട്ട് പിന്നെ ഇങ്ങനെ വട്ടത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അങ്ങനെ എല്ലാ കോവയ്ക്കും അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇനി അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു 4 ഉള്ളിയോളമാണ്, ചുവന്നുള്ളി. അത് ചുവന്നുള്ളി ഇല്ലെങ്കിൽ നമുക്ക് ഒണിയൻ യൂസ് ചെയ്യാവുന്നതാണ്. 4 ഉള്ളി നന്നായിട്ട് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുകയോ ചെയ്യണം. അതിൻ്റെ കൂടെ വേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ കൊത്തിപ്പിടിച്ച മുളകെന്ന് പറയും, നമ്മൾ ക്രഷ്ഡ് ചില്ലി ചേർക്കുക. ഒരു 1/2 സ്പൂണോളം നമുക്ക് ചേർക്കാവുന്നതാണ്. കൂടെ ഒരു 1/4 സ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ച സ്മെല്ല് മാറുമ്പോൾ നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന കോവയ്ക്ക് ഇടാം. കോവയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് ചെറുതീയിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇടയ്ക്ക് മൂടി തന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ അടിയിൽ പിടിക്കാനും താഴെയുള്ളത് മാത്രം ഇങ്ങനെ കരിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാനും പിന്നെ അടിയിൽ പിടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇപ്പം നോൺ സ്റ്റിക്ക് പാനൊന്നാകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. സാധാരണ ചീനിച്ചട്ടിയൊക്കെ ആകുമ്പോൾ കോവയ്ക്ക് പെട്ടെന്ന് അടിയിൽ പിടിക്കും. സ്റ്റീലോ അലുമിനിയം അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ വഴണ്ട് വരുന്നത് നമ്മുടെ ഇഷ്ടമാണ്. മെഴുക്കുവരട്ടിക്കൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് മൊരിയണ്ട, ഒരു 3/4 ഭാഗത്തോളം നന്നായിട്ട് വഴണ്ട് വന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനിയിപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അതിലെന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്തായാലും നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എന്തായാലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. അടുത്ത പ്രാവശ്യം വേറെ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.